മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് പരമ്പര മടങ്ങിയെത്തുകയാണ്. നാളെ, അതായത് ഓഗസ്റ്റ് 15-ന് ഗാലയുടെ മണ്ണിൽ ഇന്ത്യ-ലങ്ക പോരാട്ടത്തിന് തുടക്കമാകും. ഇത് ബാറ്റർമാർക്കും ബോളർമാർക്കും മാത്രമുള്ള പരീക്ഷണമല്ല. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ ഒരാളുടെ ഉറക്കമില്ലാത്ത രാത്രികളുടെ വിധി തീർപ്പ് കൂടിയാണ്. പറഞ്ഞു വരുന്നത് ഗൗതം ഗംഭീറിനെ കുറിച്ച്. T20 ലോകകപ്പും ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യൻ ഷോക്കേസിൽ അടുക്കിവെച്ച വൈറ്റ് ബോൾ തന്ത്രജ്ഞൻ. പക്ഷേ വെള്ളക്കുപ്പായത്തിൽ ആ തന്ത്രങ്ങളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയല്ല. ഗൗതം ഗംഭീർ എന്ന ഇന്ത്യൻ ഹെഡ് കോച്ചിൻ്റെ റെഡ് ബോൾ അസ്തിത്വത്തിൻ്റെ അഗ്നി പരീക്ഷ കൂടിയാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വന്തം തട്ടകത്തിൽ പടവെട്ടാനിറങ്ങുമ്പോൾ എതിരാളികൾ തോൽവി ഉറപ്പിച്ചായിരുന്നു വന്നിരുന്നത്. 2013 മുതൽ ഒരു പതിറ്റാണ്ടുകാലം ഇന്ത്യൻ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പര ജയിക്കുക എന്നത് അന്യഗ്രഹത്തിൽ പോയി കൊടി നാട്ടുന്നതിനേക്കാൾ ദുഷ്കരമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ സംഭവിച്ചതോ ആ കോട്ടകൾ ഓരോന്നായി നിലംപൊത്തി. ആദ്യം ന്യൂസിലാൻഡ് വന്ന് ഇന്ത്യൻ സ്പിൻ പറുദീസകളിൽ ഇന്ത്യയെ തന്നെ നിഷ്പ്രഭരാക്കി. ആ നാണക്കേടിൻ്റെ മുറിവിണങ്ങും മുമ്പേ ഇക്കഴിഞ്ഞ നവംബറിൽ ദക്ഷിണാഫ്രിക്കയും എത്തി. സൈമൺ ഹാർമർ എന്ന സ്പിന്നർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ മുട്ടുമടക്കിയപ്പോൾ സ്വന്തം മണ്ണിൽ ഇന്ത്യക്ക് വീണ്ടും ഒരു വൈറ്റ് വാഷ്. കൂടാതെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഏറെക്കാലത്തിന് ശേഷം അടിയറു വെച്ചതിൻ്റെ പാപഭാരം വേറെയും. ഗംഭീറിൻ്റെ കാലത്ത് 20 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഇന്ത്യ 10ലും തോറ്റു. ജയിച്ചത് 8 ജയിച്ചതിൽ തന്നെ 2 വീതം ബംഗ്ലാദേശിനോടും വിൻഡീസിനോടുമാണ്, 1 അഫ്ഗാനോടും. ഇംഗ്ലണ്ടിൽ നടത്തിയ വീരോചിതമായ ചെറുത്തുനിൽപ്പ് മറക്കുന്നില്ല. പക്ഷേ നിലവിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും മോശം കാലങ്ങളിൽ പോലും ഇന്ത്യ ടെസ്റ്റിൽ മോശക്കാരായിരുന്നില്ല, പ്രത്യേകിച്ചും ഹോം സീരീസുകളിൽ. സത്യത്തിൽ 2020-ലെയും ഏകദിനത്തിലെയും പോലെ ടെസ്റ്റിൽ ഇന്ത്യക്ക് മികച്ചൊരു ടീമില്ല. ഇന്ത്യൻ ടെസ്റ്റ് ടീം ഒരു വലിയ ട്രാൻസിഷൻ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അശ്വിനും രഹാനയും പൂജാരയുമെല്ലാം പടിയിറങ്ങി. ജഡേജ മാത്രം അവശേഷിക്കുന്നു. യുവതാരങ്ങൾ ഏറെയുണ്ടെങ്കിലും ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റായി വളർന്നവർ അപൂർവമാണ്. IPLന്റെ ഹൈ സ്ട്രൈക്ക് റേറ്റ് ആവേശം യുവരക്തത്തിലേക്ക് പടർന്നപ്പോൾ മണിക്കൂറുകളോളം ക്രീസിൽ നിന്ന് ടേണിംഗ് പന്തുകളെ പ്രതിരോധിക്കാനുള്ള ക്ലാസിക് ടെക്നിക് നമ്മുടെ ബാറ്റർമാർ മറന്നുപോയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ലങ്കയ്ക്കെതിരെ എവേ സീരീസിനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. മുൻകാലത്തെ പോലെ പേടിക്കേണ്ട ഒരു ടീമല്ല ലങ്ക എന്നത് നേരാണ്. ജയവർദ്ധനയും സംഘകാരയും ജയസൂര്യയുമെല്ലാം പടിയിറങ്ങിയതിൻ്റെ ക്ഷീണം അവർക്ക് ഇനിയും തീർന്നിട്ടില്ല. ഏറ്റവും അവസാനം നടന്ന വിൻഡീസ് പര്യടനത്തിൽ അവർ 1-0 തോൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശിനോട് 1-0 നാട്ടിൽ വിജയിച്ചതാണ് അടുത്തിടെയുള്ള അവരുടെ പരമ്പര വിജയം. അതിനു മുമ്പ് 2024-ൽ ന്യൂസിലാൻഡിനെ ഹോമിൽ വെച്ച് 2 ടെസ്റ്റുകളിലും ലങ്ക തോൽപ്പിച്ചിരുന്നു. ഇതേ പരമ്പരയ്ക്ക് ശേഷമാണ് ന്യൂസിലാൻഡ് ഇന്ത്യയെ പഞ്ഞിക്കിട്ടത് എന്നും ഓർക്കണം. ബുംറ ഇല്ലാതെയാണ് ഇന്ത്യ ലങ്കയിലേക്ക് വണ്ടി കയറുന്നത്. ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് സിറാജിന് ഭാരമെല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരും. പ്രസിദ്ധ് കൃഷ്ണയിൽ ഇനിയും വിശ്വാസമർപ്പിക്കാനായിട്ടില്ല. ടീമിലുള്ള പഞ്ചാബുകാരനായ ഗുർണുൽ ബ്രാൻഡിനും കശ്മീരുകാരനായ അക്കിബ് നബിക്കും ഇത് സുവർണാവസരമാണ്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ജഡേജയും കുൽദീപുമുള്ള ടീമിൽ ഗുജറാത്തിൽ നിന്നുള്ള ഇടങ്കയ്യൻ സ്പിൻ ഓൾറൗണ്ടറായ മാനവ് സുത്താറും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിനായി രഞ്ജിൽ മെന്നിയ സരൻസ് ജെയിനാണ് മറ്റൊരാൾ. പരിചയസമ്പന്നനായ വാഷിംഗ്ടൺ സുന്ദർ പരിക്കേറ്റ് പുറത്തായി. ബാറ്റിങ്ങിലേക്ക് വന്നാൽ പതിവ് പേരുകളെല്ലാം ഉണ്ട്. ഗിൽ, രാഹുൽ, ജയ്സോൾ, പന്ത് എന്നിവരെല്ലാം ടീമിൽ ഉറപ്പാണ്. ബാക്കപ്പ് കീപ്പറായി ധ്രുവ് ജുറേലുമുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിലും സന്നാഹ മത്സരത്തിലും മുന്നിയ ദേവ്ദൂത് പടിക്കലിന് ഈ പരമ്പര നിർണായകമാണ്. സായ് സുദർശന് പകരം അവസാനം ടീമിൽ ഇടം പിടിച്ച സർഫറാസ് ഖാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നു. ഗാലയിലെ സ്പിൻ പിച്ചിൽ ലങ്കയെ ഒരിക്കലും വില കുറച്ച് കാണാനാകില്ല. ഇന്ത്യ എത്ര സ്പിന്നർമാരെ കളിപ്പിക്കുമെന്നതും ലങ്കൻ സ്പിന്നർമാർ ഇന്ത്യക്കെതിരെ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് എന്നും കണ്ടറിയണം. ലങ്കക്കും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. കുശാൽ മെൻഡിസ് പരിക്കേറ്റ് പുറത്താണ്. ഓപ്പണർ നിസാങ്കയും ആദ്യ ടെസ്റ്റിനുണ്ടാകില്ല. എങ്കിലും ധനഞ്ജയ ഡിസിൽവയുടെ ക്യാപ്റ്റൻസിയിൽ പ്രഭാത് ജയസൂര്യയും രമേശ് മെൻഡിസും നയിക്കുന്ന സ്പിൻ അറ്റാക്ക് ഇന്ത്യയുടെ ദൗർബല്യങ്ങളെ കൃത്യമായി ലക്ഷ്യം വെക്കും. ലങ്കൻ മണ്ണിലടക്കം ഇന്ത്യയുടെ വിജയശില്പിയായിരുന്ന അശ്വിൻ്റെ അഭാവം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ലെഫ്റ്റ് ആം സ്പിന്നർമാരായി ജഡേജയും അക്ഷർ പട്ടേലുമുണ്ട്. റിസ്റ്റ് സ്പിന്നറായി കുൽദീപും. പക്ഷേ അശ്വിനെ പോലെയുള്ള ഒരു ക്ലാസിക് റൈറ്റ് ആം ഓഫ് സ്പിന്നറുടെ വിടവ് ഇനിയും ബാക്കിയാണ്. വാഷിംഗ്ടൺ സുന്ദറിനെ ആ റോളിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഫിറ്റ്നസ് വില്ലനാകുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ടെസ്റ്റ് നിലവാരത്തിലേക്ക് സ്പിന്നർമാരെ വളർത്തിയെടുക്കുന്നതിൽ വന്ന കാലതാമസം ഇപ്പോൾ ഇന്ത്യയെ വേട്ടയാടുന്നു എന്ന് വേണം പറയാൻ. ദക്ഷിണാഫ്രിക്കയ്ക്കും ന്യൂസിലാൻഡിനും മുന്നിൽ കറങ്ങി വീണ ഇന്ത്യൻ വ്യക്തിനിരയുടെ വീഡിയോകൾ ലങ്കൻ ക്യാമ്പ് മണിക്കൂറുകളോളം കണ്ടു പഠിച്ചിട്ടുണ്ടാകും. ഗാലയിലെ ടേണിംഗ് ട്രാക്കിൽ ജഡേജയും കുൽദീപും നയിക്കുന്ന ഇന്ത്യൻ സ്പിൻ നിരയാണോ അതോ പ്രഭാത് ജയസൂര്യയുടെ ലങ്കൻ സ്പിൻ മാന്ത്രികതയാണോ മിന്നുക? അതാകും ഈ പരമ്പരയുടെ വിധി നിർണ്ണയിക്കുക. ലങ്കയ്ക്കെതിരെ കൂടി മോശം പെർഫോമൻസ് ആണെങ്കിൽ ടെസ്റ്റ് കോച്ച് കസേരയിൽ ഗംഭീർ എല്ലാവരാലും ചോദ്യം ചെയ്യപ്പെടും.
എങ്കിലും ഗംഭീറിനെ മാറ്റാൻ BCCIക്ക് താല്പര്യമില്ല. VVS ലക്ഷ്മൺ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ തലപ്പത്ത് തുടരാൻ ആഗ്രഹിക്കുന്നതും സ്പ്ലിറ്റ് കോച്ചിംഗ് എന്ന ആശയം ഇന്ത്യയിൽ പൂർണ്ണമായി നടപ്പിലാകാത്തതും ഗംഭീറിനെ രക്ഷാകവചമാകുന്നുണ്ട്. പക്ഷേ ബോർഡിൽ നിന്ന് പിന്തുണ ലഭിച്ചാലും ക്രിക്കറ്റ് പ്രേമികളുടെയും വിമർശകരുടെയും കോടതിയിൽ ഗംഭീറിനെ വിചാരണ നേരിടേണ്ടി വരും. കാരണം ന്യൂസിലൻഡിനെതിരെ കഠിനമായ അവേ പരമ്പരയും നാട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ 5 ടെസ്റ്റുകളും വരാനുണ്ട്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ന സ്വപ്നം നിലനിർത്തണമെങ്കിൽ, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഗംഭീറിനും ശുഭ്മൻ ഗില്ലിനും ഈ പരമ്പര തൂത്തുവാരിയേ മതിയാകൂ. ചോദ്യങ്ങൾ ഒരുപാടാണ്. ഇതിനെല്ലാം ഉത്തരങ്ങൾ നൽകേണ്ടത് കളിക്കളത്തിലാണ്.